ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ MCUയുടെ ആദ്യത്തെ 3 ഫേസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി സ്റ്റോൺ സാഗയാണ്. അതായത് ഇൻഫിനിറ്റി സാഗ എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത്. ഫേസ് 4 തൊട്ട് ഫേസ് 4 എന്ന് പറഞ്ഞാൽ നമ്മുടെ വാൻഡാവിഷൻ സീരീസ് തൊട്ടാണ് അവർ പുതിയൊരു ഫേസ് സാഗ തുടങ്ങിയത്. മൾട്ടി യൂണിവേഴ്സ് സാഗ എന്ന് പറയുന്നത് അവർ തുടങ്ങിയേക്കാണ്. അപ്പോൾ ഈ മൾട്ടി യൂണിവേഴ്സ് സാഗ വന്നപ്പോൾ കുറേ പുതിയ ടേംസ് അവർ പുറത്തേക്ക് ഇറക്കി. MCU ശരിക്കും റിയൽ വേൾഡിൽ അങ്ങനത്തെ ഒരു ടേംസ് ഒന്നുമില്ല, ഇവരായിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത ടേംസുകളാണ് മൾട്ടി യൂണിവേഴ്സിൽ. അപ്പോൾ നമുക്ക് ആ ടേംസുകൾ പരിചയപ്പെടാം. ഇതിങ്ങനെ പറയുമ്പോൾ കുറേ ലോക്കി സീരീസ് ആയാലും ഡെഡ്പൂൾ വോൾവേറിയൻ സിനിമ അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ മെയിൻ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ അതൊക്കെ സ്പോയിലർ ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങളിത് വീഡിയോ കാണുക, അപ്പോൾ നിങ്ങൾക്ക് ഈ ടേംസ് ഒക്കെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ മൂവീസൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടി ഹെൽപ്പ് ആവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ സാഗ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ ഇൻഫിനിറ്റി സാഗ നടന്നിരുന്നത് അത് ഒരു ഒറ്റ യൂണിവേഴ്സിൽ നടന്ന കഥകളായിരുന്നു ഇതിൽ ഫുൾ ഉണ്ടായിരുന്നത്. ആ യൂണിവേഴ്സ് ശരിക്കും ഇവരിട്ടേക്കുന്ന പേരൊന്ന് സീക്രട്ട് ടൈം ലൈൻ അല്ലെങ്കിൽ എർത്ത് 616 എന്നൊക്കെയാണ് അവർ മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് മൾട്ടി യൂണിവേഴ്സ് കൺസെപ്റ്റ് വന്നിരിക്കുന്നത്. അതിൽ കുറേ യൂണിവേഴ്സുകളുണ്ട്. അതിലത്തെ ഒരു യൂണിവേഴ്സിൽ നടന്ന സംഭവമാണ് ഇൻഫിനിറ്റി സാഗ. ഇപ്പോൾ മൾട്ടി യൂണിവേഴ്സിൽ കുറേ യൂണിവേഴ്സുകളുണ്ട്. അപ്പോൾ ഇതിനെ പറ്റി ആദ്യം ഇറക്കിയത് ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ തലമൂത്ത ആൾ, അവരുടെ സുപ്രീം ആയ അഗമോട്ടോ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ മൾട്ടി യൂണിവേഴ്സ് കൺസെപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ രീതിയിൽ പറയണേ ഈ കോമിക് ബുക്സിൽ. പിന്നീട് ഈ മൾട്ടി യൂണിവേഴ്സിന് കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ കണ്ടത് ലോക്കി സീരീസിലാണ്. ഈ ലോക്കി സീരീസിൽ ലോക്കിയും സിൽവിയും കൂടിയിട്ട് ഹൂ റിമെയിൻസിനെ കൊന്നപ്പോഴാണ് മൊത്തത്തിൽ കൊളായിരിക്കുന്നത് ഈ മൾട്ടി യൂണിവേഴ്സ്. ഈ മൾട്ടി യൂണിവേഴ്സ് എന്ന് പറഞ്ഞ സംഭവം ഈ സീക്രട്ട് ടൈം ലൈൻ എന്താണെന്ന കാര്യമാണ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ സീക്രട്ട് ടൈം ലൈൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻ ഡൈനസിറ്റി, അതായത് ക്യാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിലെ ലോക്കിയിലെ വില്ലൻ ആദ്യം മനസ്സിലാക്കിയ ഒരാളിൽ പെടുന്നതാണ് ഇയാൾ എന്ത് ചെയ്തു, അയാൾ പറയുന്നുണ്ട്, ലോക്കിയിൽ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൾട്ടി യൂണിവേഴ്സ് വാർ നടക്കുന്നുണ്ട്. മൾട്ടി യൂണിവേഴ്സ് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ യൂണിവേഴ്സിലും മെയിൻ ആളായിട്ട് ബുദ്ധിമാനായിട്ട് വന്നത് ഈ ക്യാനാണ്. അപ്പോൾ ക്യാൻസ് എല്ലാ യൂണിവേഴ്സിലുണ്ട്. അപ്പോൾ ഈ എല്ലാ ക്യാൻസ് തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അവർ ആണ് ഏറ്റവും കൂടുതൽ പവർഫുൾ എന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഈ മൾട്ടി യൂണിവേഴ്സ് വാർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായത്. അപ്പോൾ ഈ സീക്രട്ട് ടൈം ലൈനിലെ ക്യാനാണ് ഏറ്റവും പവർഫുൾ ആയത്. അയാൾ ബാക്കി എല്ലാ യൂണിവേഴ്സിലെ ക്യാൻസലുകളെ തട്ടിക്കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത് എലിയോത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു മോൺസ്റ്ററിനെയാണ് യൂസ് ചെയ്തത്. അത് യൂസ് ചെയ്തിട്ടൊക്കെയാണ് ബാക്കി യൂണിവേഴ്സിൽ ഓരോരുത്തരെയും കൊന്ന് എല്ലാ യൂണിവേഴ്സിലെ മെയിൻ ക്യാൻസലുകൾ എല്ലാത്തിനെയും തട്ടിയത്. എന്നിട്ട് ആളുടെ യൂണിവേഴ്സിന് സീക്രട്ട് ടൈം ലൈനിന് പേരിട്ടു. എന്നിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയും ഇങ്ങനത്തെ ഒരു ക്യാങ്ങുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ശരിക്കും ഒരു TVA എന്ന് പറഞ്ഞിട്ട് ഒരു അതോറിറ്റീനെ ഉണ്ടാക്കിയത്, ടൈം വേരിയൻസ് അതോറിറ്റി. അപ്പോൾ അതിൽ വേറെ ക്യാങ്ങുകൾ ഉണ്ടാവരുത്, അങ്ങനെ ഉണ്ടാവുമ്പോൾ ഉണ്ടെങ്കിൽ അതിനെ പ്രൂൺ ചെയ്ത് കളയാം എന്ന രീതിയിലാണ്. ഇനി നമുക്ക് ഓരോ പോയിന്റ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ വേരിയൻസ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് നമുക്ക് നോക്കാം. വേരിയൻസ് പറയുന്നത് ഓരോ യൂണിവേഴ്സിൽ സെയിം ആൾ തന്നെ ഒരു കുറച്ച് വേരിയേഷൻസ് ഒക്കെ ആയിട്ട് ആളുടെ ജനനം അല്ലെങ്കിൽ ആളുടെ സർക്കംസ്റ്റൻസസ് ആണെങ്കിൽ കുറച്ച് ചേഞ്ചസ് വരാം. അങ്ങനെ സെയിം ആൾ തന്നെ പല രൂപത്തിലായിരിക്കും ഓരോ യൂണിവേഴ്സിൽ ഉണ്ടാവുക, പല സമയത്താണ് ഉണ്ടാവുക. അപ്പോൾ അതിനെയാണ് വേരിയൻസ് എന്ന് പറയുന്നത്. നമുക്ക് ആ വേരിയൻസ് പല മൂവീസിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ നോ വേ ഹോം എന്ന മൂവിയിൽ നമ്മൾ സ്പൈഡർമാൻ 3 പേരെ കണ്ടിരുന്നു. അത് വേരിയൻസ് ആണ്. ഡോക്ടർ സ്ട്രേഞ്ച് മാഡ്നസ് ഓഫ് മൾട്ടിവേഴ്സ് എന്ന് നമ്മൾ കണ്ടിരുന്നു. ഇത് പല വേരിയൻസ്, ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ പല വേരിയൻസ് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ പല സെയിം ക്യാരക്ടർ പല യൂണിവേഴ്സിൽ ഉണ്ടാകുമ്പോഴാണ് അതിന് വേരിയൻസ് എന്ന് പറയാം. ഇനി ഈ വേരിയൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഒരു യൂണിവേഴ്സിൽ നിന്ന് മറ്റേ യൂണിവേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ അനോമലി ഉണ്ടാവും എന്ന് പറയും. അനോമലി എന്ന് പറയുന്നത് നമ്മളത് സ്പൈഡർമാൻ ഇൻടു ദ സ്പൈഡർ വേഴ്സിൽ നമ്മൾ കാണുന്നുണ്ട്. വേറെ യൂണിവേഴ്സിലെ ആളോ അല്ലെങ്കിൽ അതിലത്തെ വസ്തുവോ എന്തെങ്കിലും ഈ വേറെ യൂണിവേഴ്സിലേക്ക് വരുമ്പോൾ അവിടെ ഗ്ലിച്ച് നടക്കും. ആ ഗ്ലിച്ചിനെയാണ് അനോമലീസ് എന്ന് പറയുക. പിന്നെ ഈ സീക്രട്ട് ടൈം ലൈനിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോകുന്ന ഒരു ഇവൻ്റ് ഉണ്ടാവും ചിലപ്പോൾ. അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കി സീരീസിൽ നമ്മൾ ലോക്കി ടെർസറാക്റ്റ് എടുത്തിട്ട് ആളവിടെ നിന്ന് മുങ്ങുമ്പോൾ വേറൊരു ടൈം ലൈൻ അവിടെ ബ്രാഞ്ച് ചെയ്യുന്നുണ്ട്. ആ ബ്രാഞ്ച് ചെയ്യുന്ന പോയിന്റിനെയാണ് നെക്സസ് ഇവൻ്റ് എന്ന് പറയുന്നത്. ആ ഇവൻ്റ് ചെയ്യുമ്പോൾ പുതിയൊരു ടൈം ലൈൻ ക്രിയേറ്റ് ആവാണ്. അത് ഇവിടെ ഗ്രാഫ് കാണിക്കുന്നുണ്ട്. അതിൽ 2 റെഡ് ലൈൻസ് ഉണ്ട്. ആ റെഡ് ലൈൻസിൻ്റെ മേലേക്ക് പോയി കഴിഞ്ഞാൽ മെച്യൂർ ആവും ആ ടൈം ലൈൻ. അപ്പോൾ അത് മെച്യൂർ ആവാതിരിക്കാൻ വേണ്ടി അത് പ്രൂൺ ചെയ്ത് കളയണം. പ്രൂൺ ചെയ്ത് പറഞ്ഞാൽ അത് തട്ടിക്കളയുന്ന രീതിയാണ് പ്രൂണിങ് എന്ന് പറയുക. ആ പ്രൂണിങ് 2 രീതിയിൽ നടക്കണം. അത് ക്രിയേറ്റ് ചെയ്ത കാരണമായ വസ്തു, അതായത് വസ്തു എന്ന് പറയുന്നത് ആളാവാം, വസ്തുവാവാം, എന്തുവാവാം, അതിനെ ടൈം സ്റ്റിക്ക് യൂസ് ചെയ്ത് മുട്ടിക്കുമ്പോൾ അത് ബേൺ ചെയ്ത്
ചത്തുപോകുന്ന പോലെ നമുക്ക് തോന്നാം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അയാൾ വോയിഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് വീഴുക ചെയ്യണം. അത് പിന്നീട് നമുക്ക് സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് അവർ റീസെറ്റ് ചെയ്യും. റീസെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രോസസ്സ്, പ്രോണീൻ്റെ ഒരു പ്രോസസ്സും കൂടിയാണ്. അത് റീസെറ്റ് ചെയ്യുമ്പോൾ ബ്രാഞ്ചസ് ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ശരിക്കും ഒരു ക്യാങ് ആണ്. അയാളുടെ ആ ടൈം ലൈനിൽ വേറെ ടൈം ലൈനിൽ ശരിക്കും പറഞ്ഞാൽ ആ നെക്സസ് ഇവൻറ്റ് നടന്നു കഴിഞ്ഞാൽ വേറെ ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യും, വേറെ ക്യാങ് ഉണ്ടാവും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയത്, ഒരു TV എന്നുകൊണ്ട് അതോറിറ്റി ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഇവൻറ്റ്, ആ പോയിന്റ്, അതിനെയാണ് നെക്സസ് പോയിന്റ് എന്ന് പറയാം, ഈ ടൈം ലൈൻ ജനറേറ്റ് ആകുന്ന പോയിന്റിന്. പിന്നെ ഓരോ യൂണിവേഴ്സ് ക്രിയേറ്റ് ആകുമ്പോൾ ആ യൂണിവേഴ്സിനെ സ്റ്റേബിളായിട്ട് പിടിച്ചു നിർത്തുന്ന ഒരാളുണ്ടാവും. അതിനെയാണ് ആങ്കർ ബീൻ എന്ന് പറയുന്നത്. ആങ്കർ ബീൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഡെഡ്പൂൾ ആൻഡ് വോൾവറിനിൽ കണ്ടിരുന്നു. ഡെഡ്പൂളിൻ്റെ യൂണിവേഴ്സിനെ പിടിച്ചെടുത്ത് സ്റ്റേബിളായിട്ട് നിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ഡെഡ് ആവാതെ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ലോഗനായിരുന്നു. ലോഗൻ പക്ഷേ ആ യൂണിവേഴ്സിൽ മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ലോഗൻ മരിച്ചതുകൊണ്ട് ആ യൂണിവേഴ്സ് നശിച്ചു പോകുകയാണെന്ന് പറഞ്ഞിട്ടാണ് അതിൽ പറയണത്. അപ്പോൾ അത് ആളുടെ യൂണിവേഴ്സ് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഡെഡ്പൂൾ വേറെ യൂണിവേഴ്സിൽ പോയിട്ട് ലോഗനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതാണ് ആ മൂവിയിലെ മെയിൻ കഥ. അപ്പോൾ അവിടെ ലോഗനായിരുന്നു ആങ്കർ ബീൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സീക്രട്ട് ടൈം ലൈനിൻ്റെ ആങ്കർ ബീൻ 616 ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാളും മുമ്പ് നമ്മുടെ MCUയുടെ പ്രൊഡ്യൂസറായ കെവിൻ പറയുന്നുണ്ട് 616 ആങ്കർ ബീൻ എന്ന് പറയുന്നത് ഡോക്ടർ സ്ട്രേഞ്ച് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നെക്സസ് ഇവൻ്റ് എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ നെക്സസ് ഇവൻ്റ് എവിടെയാണ് നടക്കുന്നത്, ആ നെക്സസ് ഇവൻറ്റിൽ ഉണ്ടാവുന്ന വേരിയൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും വേറെ യൂണിവേഴ്സിൽ നിന്ന്. അത് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഡ്രീം വാക്ക് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇരുന്ന് ആൾക്ക് മനസ്സ് മറ്റേ വേരിയൻറ്റിലേക്ക് കയറിയിട്ട് ആ വേരിയൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് നല്ലൊരു എക്സാമ്പിളാണ് നമ്മൾ സ്കാർലറ്റ് വിച്ചിനെ നമ്മൾ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ മൂവിയിൽ കണ്ടത്. പുള്ളിക്കാരിക്ക് ആളുടെ മൈൻഡ് വേറൊരു യൂണിവേഴ്സിലെ സെയിം വേരിയൻറ്റിനെ പുള്ളിക്കാരിക്ക് മനസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനെ ഡ്രീം വാക്ക് എന്ന് പറഞ്ഞാൽ പറയാം. അപ്പോൾ ആ ഡ്രീം വാക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാവുന്ന ആളെയാണ് നെക്സസ് ബീയിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നല്ലൊരു എക്സാമ്പിളാണ് സ്കാർലറ്റ് വിച്ച്. പിന്നെ ഒരു ബീയിങ് കൂടിയുണ്ട്, ആബ്സൊല്യൂട്ട് ബീയിങ് എന്ന് പറയുന്നത്. ആബ്സൊല്യൂട്ട് ബീയിങ് എന്ന് പറയുന്നത് നമ്മൾ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ മൂവിയിൽ തന്നെ നമ്മൾ കണ്ടിരുന്നു. അമേരിക്ക എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി, അമേരിക്ക ചാവസ് എന്ന് പറഞ്ഞിട്ട് ഒരു കഥാപാത്രമുണ്ട്. ആ പുള്ളിക്കാരി എന്ന് പറയുന്നത്, ആ പുള്ളിക്കാരിക്ക് ഒറ്റ വേരിയൻ്റ് ഇല്ല, ആകെ ഒരാളുള്ളൂ. പുള്ളിക്കാരിക്ക് എല്ലാ യൂണിവേഴ്സിലും ട്രാവൽ ചെയ്യാൻ പറ്റും, പക്ഷെ ആ ഒരാളുള്ളൂ. ആൾക്ക് വേരിയൻസ് എന്ന് പറഞ്ഞ സംഭവമില്ല. അങ്ങനത്തെ ആളെയാണ് അവർ ആബ്സൊല്യൂട്ട് ബീയിങ് എന്ന് പറഞ്ഞ് പറയുന്നത്. ഇതുവരെ ഞാൻ മൂവീസിൽ ഒരാളെ കണ്ടിട്ടുള്ളൂ, അത് അമേരിക്കയാണ്. പിന്നെ ഒരു ടേമാണ് നെക്സസ് ഓഫ് ഓൾ റിയാലിറ്റീസ് എന്ന് പറയുന്നത്. നെക്സസ് ഓഫ് ഓൾ റിയാലിറ്റീസ് എന്ന് പറയുന്നത് ഒരു ഗേറ്റ് വേ ആണ്. ഈ എല്ലാ മൾട്ടി യൂണിവേഴ്സിലേക്ക് മൂവ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഗേറ്റ് വേ. അവിടെ ഒരു വാച്ചർ ഉണ്ട്, അയാളാണ് ഈ നെക്സസ് ഓഫ് ഓൾ റിയാലിറ്റീസ് എന്ന് പറയുന്ന സ്ഥലം നോക്കുന്നത്. ആ വാച്ചറിനെ നമ്മൾ വാട്ട് ഇഫ് എന്ന് പറയുന്ന സീരീസിൽ നമ്മൾ കണ്ടിരുന്നു. അതിനേക്കാൾ മുമ്പ് എനിക്ക് തോന്നുന്നു തോർ ഡാർക്ക് വേൾഡ് അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് വാച്ചറിനെ പറ്റിയിട്ട്. അടുത്ത ഒരു ടേമാണ് ആബ്സൊല്യൂട്ട് പോയിന്റ് എന്ന് പറയുന്നത്. ആബ്സൊല്യൂട്ട് ബീയിങ് അല്ല, ആബ്സൊല്യൂട്ട് പോയിന്റ്. അതെന്ന് പറയുന്നത് നമ്മൾ ശരിക്കും വാട്ട് ഇഫിൽ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ഒരു ഫസ്റ്റ് സീസണിൽ 4th എപ്പിസോഡാണെന്ന് തോന്നുന്നു. അതിലുള്ള ഉണ്ട് ആളുടെ ഗേൾ ഫ്രണ്ട്, ആൾക്ക് തുടക്കം ആക്സിഡൻറ്റ് ഉണ്ടാവുന്നത്, അങ്ങനെയാണല്ലോ ഡോക്ടർ സ്ട്രേഞ്ചിലേക്ക് എത്തുന്നത്. അപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാവുന്ന സമയത്ത് ആളുടെ ഗേൾ ഫ്രണ്ട് മരിക്കുന്നുണ്ട്. അപ്പോൾ ആ യൂണിവേഴ്സിൽ ആ ഗേൾ ഫ്രണ്ട് മരിക്കുമ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആൾ പല മൾട്ടി യൂണിവേഴ്സ് പവേഴ്സ് യൂസ് ചെയ്തിട്ട് ആൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ എങ്ങനെയെങ്കിലും പുള്ളിക്കാരി എങ്ങനെയെങ്കിലും മരിക്കുക ചെയ്യണം. എത്ര നോക്കിയിട്ടും രക്ഷപ്പെടുത്താൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ആ ഇവൻ്റ് എന്തായാലും ആ യൂണിവേഴ്സിൽ നടന്നിരിക്കണം. അതിനെയാണ് ആബ്സൊല്യൂട്ട് പോയിന്റ് എന്ന് പറയുന്നത്. ആ ഇവൻ്റ് എന്തായാലും നടന്നിരിക്കും ആ യൂണിവേഴ്സിൽ. അപ്പോൾ പുള്ളിക്കാരി എന്തായാലും മരിച്ചിരിക്കും, തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ പോയിന്റ്സിനെ ആബ്സൊല്യൂട്ട് പോയിന്റ് എന്ന് പറയും. പിന്നെ ഇതുപോലത്തെ ഇവൻ്റ് എല്ലാ യൂണിവേഴ്സിലും എന്തായാലും നടന്നിരിക്കണം എന്നുള്ള ഇവൻറ്റ്സിനെയാണ് പറയണേ കാനോൺ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ സ്പൈഡർമാൻ റീസെൻ്റ്ലി കണ്ട അക്രോസ് ദ സ്പൈഡർ വേഴ്സ് എന്ന് പറയുന്ന മൂവിയിൽ ആ കാനോൺ ഇവൻറ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും സ്പൈഡർമാൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഡെത്ത് നടക്കുന്നുണ്ട്, അവരുടെ ലൈഫ് ചേഞ്ചിങ് ഇവൻ്റായിട്ട്. അതിനെയാണ് കാനോൺ ഇവൻറ്റ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ നെക്സസ് ബീയിങ് എന്ന് പറഞ്ഞിരുന്നു. നെക്സസ് ബീയിങ് നമുക്ക് ഡ്രീം വാക്ക് ചെയ്ത് ഓരോ യൂണിവേഴ്സിലേക്ക് പോവാം, അവിടുത്തെ അവരുടെ വേരിയന്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കൂടുതൽ നേരം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ യൂണിവേഴ്സും കൺട്രോൾ ചെയ്യുന്ന യൂണിവേഴ്സും കൊളൈഡ് ആവാൻ സാധ്യതയുണ്ട്, ഇടിച്ച് നശിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് കാണാൻ സാധിച്ചു. ആ ഇവൻറ്റിനെയാണ്, നശിക്കുന്ന ഇവൻറ്റിനെയാണ് ഇൻകേർഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ മൂവിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അതിൽ സിനിസ്റ്റർ ഡോക്ടർ സ്ട്രേഞ്ച് ഇതുപോലെ ഡ്രീം വാക്ക് ചെയ്തിട്ട് ആൾ കുറേ നേരം ഡ്രീം വാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിൽ ആ യൂണിവേഴ്സും ഈ യൂണിവേഴ്സും കൂട്ടിയിടിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതിനെയാണ് ഇൻകേർഷൻ എന്ന് പറയുന്നത്. ഏറ്റവും അവസാനം ക്ലൈമാക്സിലും കാണിക്കുന്നുണ്ട് 616 എർത്ത് 616. അത് സീക്രട്ട് ടൈം ലൈനിൽ ഡോക്ടർ സ്ട്രേഞ്ച് കാരണത്താൽ വേറൊരു യൂണിവേഴ്സിൽ
ഇൻകേർഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പോർട്ടൽ ജമ്പ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് ഏറ്റവും അവസാനം ആ മൂവിയുടെ. അപ്പോൾ അതാണ് ഇൻകേർഷൻ എന്ന് പറഞ്ഞ ടേം. ബാക്ക് ടു ലോക്കി, സെറ്റഡൽ എന്ന് പറഞ്ഞാണ് സംഭവം കാണിക്കുന്നത്. സെറ്റഡൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ടൈം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അവിടെയാണ് കാങ്, അതായത് ഹീ ഹൂ റിമെയിൻസ്, അവിടെ ഇരുന്നിട്ടാണ് ഈ മൾട്ടി യൂണിവേഴ്സ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതും ആൾക്ക് എന്തെങ്കിലും ത്രെട്ടായിട്ട് വരുന്ന ഏതെങ്കിലും യൂണിവേഴ്സ് വരുന്നുണ്ടോ അതിനെ പ്രൂൺ ചെയ്ത് കറക്റ്റായിട്ട് പോകുന്നുണ്ടെന്നൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് സെറ്റഡൽ. അവിടേക്ക് ആകെ ലോക്കിയും സിൽവിയും മാത്രമാണ് എത്തിയിട്ടുള്ളൂ. അവിടെ വെച്ചാണ് സിൽവി അവിടുത്തെ ഹീ ഹൂ റിമെയിൻസിനെ കൊല്ലുന്നതും എന്നിട്ട് യൂണിവേഴ്സ് ആകെ കൊള്ളാവുന്നതും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നതും കാര്യങ്ങളൊക്കെ. പിന്നെയുള്ള ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൂൺ കാണിക്കുന്നുണ്ട്. പ്രൂൺ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെക്സസ് ഇവൻറ്റ് നടന്നതിൻ്റെ കാരണക്കാരനായ ആളെ പ്രൂൺ ചെയ്യലും ആ വസ്തുവിനെ ആളല്ലെങ്കിൽ വസ്തുവിനെ പ്രൂൺ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ഈ പ്രൂൺ ചെയ്യുമ്പോൾ ശരിക്കും അത് ചാവണില്ല, അത് വന്ന് വീഴുന്നത് വോയിഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. വോയിഡ് എന്ന് പറയുന്നത് ടൈം ലൈനിൽ തന്നെ ഒരു ദിക്കിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടേക്ക് വീഴുമ്പോൾ അവിടെ അലിയോത്ത് നമ്മുടെ മോൺസ്റ്റർ ഉണ്ട്. മോൺസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീക്രട്ട് ടൈം ലൈനിൽ കാങ്ങിനെ ഹെൽപ്പ് ചെയ്ത മോൺസ്റ്റർ, ബാക്കി കാങ്സിനെ തോൽപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത മൾട്ടി യൂണിവേഴ്സ് വാറിൽ ഹെൽപ്പ് ചെയ്ത മോൺസ്റ്ററാണ് അലിയോത്ത്. അതവിടെ ഉണ്ടാവും, അതിങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്നുണ്ടാവും. അവിടേക്ക് എന്തൊക്കെയോ വസ്തുക്കൾ വീഴണ അതാണ് അതിൻ്റെ ഭക്ഷണം. അപ്പോൾ ഈ ഡെഡ്പൂൾ ആൻഡ് വോൾവേരിയനിൽ കാണിക്കുന്ന പുള്ളി അലിയോത്ത് വരുന്നത് അതിനെ ഫീഡ് ചെയ്യിപ്പിച്ചാണ് നമ്മുടെ അതിലെ മെയിൻ കഥാപാത്രം കസാൻഡ്ര നോവ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവരൊക്കെ ഫീഡ് ചെയ്യിപ്പിച്ചിട്ട് പുള്ളിക്കാരി വോയിഡ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് മൾട്ടി യൂണിവേഴ്സ് സാഗയിൽ MCUവിൽ വന്നേക്കുന്ന ടേംസ്. ഞാൻ ഏതെങ്കിലും പോയിൻറ്റ്സ് മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം. പിന്നെ നിങ്ങൾക്കും എന്തെങ്കിലും പോയിൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ബെനിഫിറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഇതുപോലെ രസകരമായ വീഡിയോ ആയിട്ട് ഞാൻ വരാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.